രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനൽ ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. പ്രിയരെ, വാൽമീകി രാമായണത്തിലെ 66-ാമത്തെ സർഗം ബാലകാണ്ഡത്തിലെ ആണ് പറഞ്ഞു വെച്ചത്. ബാലകാണ്ഡത്തിലെ 66-ാം സർഗത്തിൽ ആ ത്രയംബക വില്ലിനെ കുറിച്ച് ജനകൻ അവരോടൊക്കെ ഉണർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഉഴവ് ചാലിന് സീതയെ കിട്ടിയതിനെക്കുറിച്ചുമാണ് പറഞ്ഞത്. ഏതൊരാൾ ഈ വില്ലെടുത്ത് കുലച്ച് ഞാണു കൂട്ടിക്കിട്ടുന്നുവോ അവർക്കേ സീതയെ കൊടുക്കുള്ളൂവെന്നും പലരും ശ്രമിച്ചിട്ട് കൊടുക്കാത്തതിൽ ചിലരൊക്കെ ജനകനോട് യുദ്ധം ചെയ്തു എന്നും അതിൽ കുറച്ച് സമ്പത്ത് നശിച്ചു എന്നുമുള്ള ചരിതങ്ങളെല്ലാം പറഞ്ഞു. വില്ല് കൊലയ്ക്കാത്ത ഒരാൾക്ക് കൊടുക്കില്ല എന്ന് ഉറപ്പിച്ച് ഞാൻ ഇരിക്കുകയാണ്. രാമകുമാര, ലക്ഷ്മണകുമാര, അതാണ് വിശ്വാമിത്ര മഹർഷി ഈ വില്ലിൻ്റെ ചരിത്രം. പരമേശ്വരൻ ഇവിടെ സമ്മാനിച്ച് പോയതാണ് ഈ വില്ല്. അത് ഞാൻ കാണിച്ചു തരാം. തീർച്ചയായിട്ടും രാമനെതിർത്ത് കൊലയ്ക്കുകയാണെങ്കിൽ സീതയെ രാമന് ഞാൻ നൽകുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊടുത്താണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഉടനെ തന്നെ ജനക മഹാരാജാവ് ഭൃത്യന്മാരോട് ആജ്ഞാപിച്ചു, ആ വില്ല് ഉടനെ ഇവിടെ വരട്ടെ. ആജ്ഞാപിക്കില്ലേ, കൊണ്ട് അവിടെ ചെയ്യാൻ ആൾക്കാരുണ്ട്. 5000 കരുത്തന്മാരായിട്ടുള്ള ആ കിങ്കരന്മാരാണത്രേ. 8 ചക്രം, ഒരു പുറത്ത് 4 മറ്റേ പുറത്ത് 4 ചക്രമുള്ള ഒരു വലിയ തേര്, പേടകം എന്ന് പറയാം, അതിൽ ഈ വില്ല് ഉണ്ട്. ആ സ്ഥാനത്ത് നിന്ന് ഉരുട്ടി കൊണ്ടുവന്ന് ഈ രാമൻ്റെയും ലക്ഷ്മണൻ്റെയും മുമ്പിലാട് നിർത്തുകയാണ്. ദേവന്മാർ, അസുരന്മാർ, കിന്നരന്മാർ, ഗന്ധർവന്മാർ ഇവർക്കാർക്കും ഞാൻ കൂട്ടിക്കെട്ടി കൊലയ്ക്കാൻ പറ്റാത്ത വില്ലാണ് വിശ്വാമിത്ര മഹർഷി ഇത്. ഇപ്പം ചോദിച്ചു, ഈ വില്ല് എടുത്തൂടെ, വില്ലെടുക്കാമോ, കുലയ്ക്കാമോ, ഇതൊക്കെ ചെയ്തോട്ടെ, ഒരു ശ്രമം ഞങ്ങൾ നടത്തിക്കോട്ടേന്ന് ചോദിക്കുകയാണ് രാമകുമാരൻ വിശ്വാമിത്രൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട്. എല്ലാം ആകാം, ഒരു വിരോധമില്ല, നോക്കിക്കോളൂ അല്ലേ എന്നാണ് പറഞ്ഞു. അങ്ങനെ ഒരു ചെറിയ ആന കരിമ്പൊക്കെ ഇങ്ങനെ എടുക്കണ പോലെ, വല്ല പ്രയാസം ഉണ്ടാവില്ല, ഒന്നും എടുത്ത് തട്ടിയിട്ട് തിന്നണ പോലെ, ആ കരിമ്പിൻ തണ്ട് ഇങ്ങനെ എടുക്കണ പോലെ നിഷ്പ്രയാസം എല്ലാവരും അതിശയിച്ചു. പലർക്കും അത് പൊങ്ങ് പോലും ഉണ്ടായിട്ടില്ല. അത് എന്താ, അത് ഒരു ഭാരം കൂടിയില്ല, കരിമ്പ് എടുക്കണ പോലെ ഇങ്ങനെ എടുക്കുകയാണ്. അങ്ങനെ ലീലയായിട്ട് അതിനെ ആണിങ്ങോട്ട് കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചതോട് കൂടിയിട്ട് ഘോരമായിട്ടുള്ള ശബ്ദത്തോട് കൂടിയിട്ട് വില്ലാണ് പൊട്ടുകയാണ്. ഇതുവരെ ആർക്കും അത് എടുക്കുന്നതിന് പോലും സാധിച്ചില്ല. എന്നിട്ട് വേണ്ടി ഞാണ് കൂട്ടിക്കെട്ടലും പൊട്ടിക്കലും ഒക്കെ ഘോരമായിട്ടുള്ളൊരു ശബ്ദം, ഭൂമി ഇങ്ങനെ കുലുങ്ങി, ചെറിയ ഭൂകമ്പം അടക്കം അവിടെ ഉണ്ടായി എന്നാണ്. ഇടിവെട്ടിയിടം വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ. എഴുത്തച്ഛൻ ഗെയിമാക്കിയിട്ടുണ്ട് ആ ഭാഗമൊക്കെ കേട്ടോ. ആ വില്ല അങ്ങോട്ട് 2 കഷ്ണമായതോട് പലരും ബോധം കെട്ട് വീണു എന്നാണ് പറയണത്. മൂർച്ഛിച്ച് വീണു. ഇത് അത്ര ശബ്ദമുണ്ട്, അപാരമായിട്ടുള്ള ശബ്ദം പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ എല്ലാവർക്കും സാധിക്കില്ലല്ലോ. അത്ഭുതം കൊണ്ട് അചിന്ത്യം എന്ന് ചില ആൾക്കാരുണ്ട്. ചിന്തിക്കാൻ പോലും സ്വപ്നത്തിൽ പോലും പറ്റാത്തതായിട്ടുള്ള അപ്രതീക്ഷിതമായിരിക്കുന്ന സംഭവം ഉണ്ടായി എന്ന് പറയാണ്. അപ്പോൾ പറഞ്ഞു, ഇനി സംശയിക്കാനൊന്നുമില്ല, ആർക്കാണ് സീതയെ കൊടുക്കുക എന്ന സംശയം നീങ്ങിയിരിക്കുന്നു. ജനക മഹാരാജാവ് പറഞ്ഞു, സീത തീർച്ചയായിട്ടും ഈ രാമകുമാരനെ വരിക്കട്ടെ. ഇത് നമ്മുടെ വംശത്തിന് തന്നെ കീർത്തികരമാണ്. കാരണം യോഗ്യതയുള്ള, ഞാൻ ശുൽക്കമായി നിശ്ചയിച്ച സംഗതി നടത്തിയ ആൾക്കന്നെ എൻ്റെ വളർത്തുപുത്രിയെ കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചല്ലോ. വളർത്തുപുത്രിയെന്നേ ഉള്ളൂ, പുത്രിയെ പോലെ സ്നേഹമുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരാൾക്ക് തന്നെ കൊടുക്കാമല്ലോ എന്നങ്ങനെ പറഞ്ഞു. ഉടനെ തന്നെ അച്ഛനായിരിക്കുന്ന ദശരഥനെ അറിയിക്കേണ്ടേ, വേഗം ദശരഥനെ കൂട്ടിക്കൊണ്ടുവരണം എന്ന് ആജ്ഞാപിക്കുകയാണ് ജനക മഹാരാജാവ്. പറ്റിയിട്ടുള്ളതായ വാഹനമോ തേരോ കുതിരയോ എന്തൊക്കെ ചൊക്കെ കൂട്ടി തയ്യാറാക്കുക. വേഗം
ആ അയോധ്യയിൽ പോയി ആ ദശരഥനെ വരാൻ പറഞ്ഞു എന്ന് പറയണം. അതുപോലെ തന്നെ രാമലക്ഷ്മണന്മാർക്ക് യാതൊരു കുഴപ്പമില്ല. കരുത്തനായിട്ടുള്ള വിശ്വാമിത്രൻ്റെ സംരക്ഷണത്തിലാണ് അവർ. കണ്ടോ, ജനകൻ തൻ്റെ കൊട്ടാരത്തിലാണെന്നല്ല പറഞ്ഞ്, തൻ്റെ കൊട്ടാരത്തിലാണ് തൻ്റെ ശക്തി എന്ന് പറഞ്ഞില്ല. അപ്പോഴും പ്രാധാന്യം എവിടെ കൊടുത്ത്? വിശ്വാമിത്രൻ്റെ സംരക്ഷണത്തിലാണ്. അദ്ദേഹത്തിൽ ആയുധമുണ്ടോ, കൊട്ടാരമുണ്ടോ, ആനയുണ്ടോ, തേരുണ്ടോ, കുതിരയുണ്ടോ? ഒന്നുമില്ല. പക്ഷേ വരിയൊന്നുണ്ട്, തപശക്തി. അതിനാണ് പണ്ട് പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് രാമലക്ഷ്മണന്മാർ രാജ സംരക്ഷണത്തിലല്ല, മുനി സംരക്ഷണത്തിലാണ് സുരക്ഷിതരായിട്ട് വസിക്കുന്നുണ്ട് എന്ന് ആ ദശരഥനോട് പറയൂ. അയോധ്യയ്ക്ക് ആളെ അയച്ചില്ലേ? ജനകദൂതന്മാർ 4 ദിവസം സഞ്ചരിച്ചു എന്നാണ്. അവിടെ എത്താനേ കാൽനടയിട്ടാണല്ലോ പണ്ടോ, അല്ലെങ്കിൽ തേര് എത്രയേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ വേഗതയുള്ള വാഹനങ്ങളല്ല. തേരാണെങ്കിലും അവയ്ക്ക് ഓടാവുന്ന വിധത്തിലല്ലേ ഓടാൻ പറ്റുള്ളൂ. അങ്ങനെ അവിടെ വിവരങ്ങളൊക്കെ ഉണ്ട്. പറഞ്ഞു, മഹാരാജാവേ അങ്ങേക്ക് നമസ്കാരം. സുഖമായിട്ട് തന്നെയല്ലേ വർത്തിക്കണത്? രാജഭരണമൊക്കെ എങ്ങനെ പോകണു? ഒരു കുശലാന്വേഷണം എപ്പോഴും ഉണ്ടാവും. പണ്ട് ആരെ കണ്ടാലും സുഖം തന്നെയല്ലേ, എല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ദശരഥ മഹാരാജാവ് അല്ലേ ജനകനുമായിട്ട് വളരെ സൗഹാർദ്ദത്തിലാണ്. ഈ ബന്ധങ്ങളൊന്നും ഇല്ലെങ്കിലും സൗഹാർദ്ദത്തിന് കുറവൊന്നുമില്ല. അപ്പോൾ വന്നാൽ ഇരുത്തണം, ആദരിക്കണം, വേണ്ട പോലെ അവരോട് കുറച്ച് പ്രശ്നം ഇങ്ങോട്ടും ചെയ്തു. എന്തേ നിങ്ങളിപ്പോൾ എങ്ങനെ പോരാൻ? എല്ലാവർക്കും അവിടെയും സുഖം നിന്ന് വിചാരിക്കണം എന്തൊക്കെയാണ് പറഞ്ഞപ്പോൾ ഇതാ ദൂതന്മാർ പറയുകയാണ്, ഹേ ദശരഥ മഹാരാജാവേ, അങ്ങയുടെ പുത്രന്മാർ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം നിർവഹിച്ചിട്ടുണ്ട്. അതും അതിനെക്കുറിച്ചുണ്ടാവാൻ പോണ ചില കാര്യങ്ങളും ഒക്കെ ഉണർത്തിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പറയുക കേൾക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ദാ ആരാലും എടുത്തു പൊന്തിക്കാൻ പോലും പറ്റാത്തതായ ത്രയംബകം എന്ന ശൈവചാപത്തെ നിങ്ങളുടെ പുത്രനായിരിക്കുന്ന രാമനും എടുത്ത് പൊട്ടിച്ചിരിക്കുന്നു, ശാപഭഞ്ജനം നടത്തിയിരിക്കുന്നു. അതവർക്ക് പൊന്തുക എന്ന് പറഞ്ഞാൽ നിഷ്പ്രയാസം ആണ് അല്ലേ, ആനകരിമ്പിനെയൊക്കെ എടുക്കണ പോലെയാണ് ചെയ്തത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് ജനക മഹാരാജാവിൻ്റെ പുത്രിയായിട്ടുള്ള സീതയെ വിവാഹം കഴിച്ചു കൊടുക്കുള്ളൂ എന്ന് നേരത്തെ തന്നെ രാജാവ് നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പം ഇതാ അങ്ങയുടെ പുത്രനായിരിക്കുന്ന രാമകുമാരൻ ആ കൃത്യം നിർവഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് സീതയെ അങ്ങയുടെ പുത്രന് വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് രാജാവിന് ആഗ്രഹമുണ്ട്. അങ്ങേക്കത് സമ്മതമല്ലേ എന്നറിയണം. ആണെങ്കിൽ ഒട്ടും താമസിക്കാതെ ജനകരാജധാനിയിലേക്ക് പുറപ്പെടണം എന്ന് പറയാനാണ് ഞങ്ങൾ വന്നത്. വിശ്വാമിത്രൻ, ശതാനന്ദൻ, ജനകൻ ഇവരൊക്കെ പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ ഉണർത്തിക്കുന്നത്. ഞങ്ങളുടെയോ രാജാവിൻ്റെ മാത്രമല്ല, വിശ്വാമിത്രൻ, ശതാനന്ദൻ, അതുപോലെ തന്നെ ജനകൻ. ആരും പറക്കില്ല. വിശ്വാമിത്രൻ പ്രബലനാണ്, ശതാനന്ദൻ ഗൗതമൻ്റെ പുത്രനാണ്, ജനകൻ രാജാവാണ് അല്ലേ, കുട്ടിയുടെ അച്ഛനാണ്, സീതയുടെ അച്ഛനാണ്. അവർ പറഞ്ഞിരിക്കണു വസിഷ്ഠനും വാമദേവനും പുറപ്പെടണം, ദശരഥനും വരണം. കാരണം പുരോഹിതൻ ഉണ്ടാവണം, എന്നാലല്ലേ ഏത് കാര്യം നടക്കുള്ളൂ. അങ്ങയുടെ പുരോഹിത ശ്രേഷ്ഠന്മാരായിരിക്കുന്ന വസിഷ്ഠരും അതുപോലെ തന്നെ അവരൊക്കെ വാമദേവാദികളോട് കൂടിയിട്ട് ഉടനെ തന്നെ വരണം എന്ന് ജനക മഹാരാജാവ് ഞങ്ങളോട് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ദശരഥന് സന്തോഷമായി അല്ലേ. തൻ്റെ പുത്രന് വിവാഹം വേണമെന്ന് ആലോചിച്ചും കൊണ്ടിരിക്കുമ്പോഴാണ് അത് ഉള്ള ചില സംഗതികൾ ഒത്തുകൂടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണത്. ബലേവേഷ് നന്നായി, ഞാനും ഇപ്പോൾ അത് ആലോചിച്ചും കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിൽ വേറെ ഒന്നും ചിന്തിക്കാനില്ല. അങ്ങനെ തന്നെ ഞാൻ എന്താ പുറപ്പെടാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അന്ന് രാത്രി ഏതായാലും വേണ്ട, നേരം പ്രഭാതമാവട്ടെ. രാത്രിയാണ് കഴിച്ചു കൂട്ടിയതാ. പിറ്റേ ദിവസം മിഥിലയിലേക്കുള്ള പോക്കാണ്. അതിഗംഭീരമായിട്ടുള്ള പോക്ക് ഇല്ലേ. ധനങ്ങൾ വേണ്ടത്ര രത്നം ഇതൊക്കെ എടുത്തിട്ട് അതിൻ്റെ കൈകാര്യം ചെയ്യണവർ മുമ്പിൽ നടക്കട്ടെ എന്ന് പറയുകയാണ് ദശരഥന്. അവർ മുമ്പിൽ നടക്കട്ടെ. അതുപോലെ തന്നെ ചതുരംഗസേന വേണം. ആന, കാലാള്, കുതിര അല്ലേ, മനുഷ്യപ്പട ഒക്കെ, പല്ലക്ക്, തേര്, ചതുരംഗസേനയുമായി പുറപ്പെടട്ടെ എന്ന് ആജ്ഞാപിച്ചു. വസിഷ്ഠൻ, വാമദേവൻ, ജാബാലി ഇവരുടെ കൂട്ടത്തിൽ പ്രധാനിയാണ്. ജാബാലി, കശ്യപൻ ഇവരൊക്കെയും ഇങ്ങനെ പ്രധാന കാര്യങ്ങൾ പൗരോഹിത്യം വഹിച്ച് ചെയ്തു കൊടുക്കേണ്ട ആൾക്കാരാണ് ജാബാലി, കശ്യപൻ. വസിഷ്ഠൻ, വാമദേവൻ. വസിഷ്ഠൻ പ്രധാനിയാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ആരൊക്കെ ഉണ്ടറിയോ? ദീർഘായുഷ്മാനായിരിക്കുന്ന മാർക്കണ്ഡേയൻ, കാത്യായനൻ ഇവരൊക്കെയുണ്ട്. ചില്ലറക്കാരൊന്നുമല്ല ഇവർ. ദീർഘായുഷ്മാനാണ് മാർക്കണ്ഡേയൻ എന്നാണ്. എന്നും 16 വയസ്സെന്ന് പറഞ്ഞാൽ മരണമില്ലല്ലോ. കാത്യായനൻ മഹർഷിയാണ്. ഇവരെല്ലാവരും വേണ്ട പൗരോഹിത്യം മുഴുവൻ വഹിക്കാൻ വേണ്ടിയിട്ട് ഇതാ പുറപ്പെടട്ടെ
എന്നങ്ങനെ പറഞ്ഞു. അതിൻ്റെ ബഹളം രാജസൂയത്തിന് ഭഗവാന്റെ കുടുംബം പുറപ്പെടുന്ന ഒരു കാര്യം വർണ്ണിക്കും ഭാഗവതത്തിൽ. അതേപോലെയാണ് വേണ്ടപ്പെട്ടവരും പൗരോഹിത്യന്മാരും എല്ലാവരും ചതുരംഗ പടയും എന്ന് പറഞ്ഞാൽ അത്രയും ഉണ്ടാവും. എല്ലാവരും കൂടിയിട്ടങ്ങനെ പുറപ്പെടുകയാണ്. 4 ദിവസം എടുത്തു അല്ലേ. അവിടുന്ന് ഇങ്ങോട്ട് 4 ദിവസം വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് 4 ദിവസമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയൊപ്പല്ലേ. അതേ 4 ദിവസം എടുത്തിട്ട് അവർ തിരിച്ചതാ ജനകജാനിയിലേക്ക്, അങ്ങനെ രാജധാനിയിലെത്തി. ദൂതന്മാർ മുമ്പിലെത്തി. അവരൊക്കെ എത്തിയിട്ടുണ്ട് ജനകരാജാവേ എന്ന് പറഞ്ഞു. സ്വീകരിക്കാൻ ഇവരൊക്കെ ഉണ്ടായിട്ടുള്ളൊരു വെമ്പൽ കുറച്ചൊന്നുമല്ല. ഇനി എങ്ങനെയൊക്കെ സ്വീകരിക്കണം നിശ്ചയില്ല. അങ്ങനെയൊക്കെ സ്വീകരിച്ചു. ഏറ്റവും ഉയർന്ന ആളെ സ്വീകരിക്കണം. ആ ബഹുമാനമൊക്കെ നൽകിക്കൊണ്ട് ജനകൻ പറഞ്ഞു, ഭാഗ്യം ഭാഗ്യം ദശരഥ മഹാരാജാവേ, എഴുന്നള്ളിയാലും ആ ആദിത്യമര്യാദ കണ്ടു. അതിഥി ദേവോ ഭവ. വേറൊരു സന്ദർഭത്തിൽ എന്താ പറയണറിയോ ജനകൻ, ഇത് അങ്ങയുടെ കൊട്ടാരല്ലേ എന്ന്. തൻ്റെ കൊട്ടാരം, ഇത് അങ്ങയുടെ കൊട്ടാരല്ലേ, ആരോടാ ചോദിക്കാനുള്ളത്? അങ്ങ് നിശ്ചയിക്കണ പോലെയൊക്കെ ചെയ്തോളൂ, ഒന്നും ഞങ്ങൾക്ക് അപ്രിയമില്ല. അപ്പോൾ എന്തൊരു അധികാരമാണ് കൊടുക്കണം നോക്കൂ. അതാണ് ഭാഗ്യം ഭാഗ്യം. വസിഷ്ഠന്മാർ ഇവിടെ ഒരു മഹർഷിയെ കൊണ്ടുവരാൻ ഞങ്ങൾ സന്തോഷിച്ചു. ഇനിതാ വസിഷ്ഠനും കൂടി ചേർന്നാൽ ഇനി എന്താ പറയുക. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗ്യമാണ് ഇത്തരത്തിലുള്ളൊരു സത്സംഗം അല്ലെങ്കിൽ സമാഗമം എന്നൊക്കെ പറഞ്ഞ് വേണ്ട പോലെ അവരെയൊക്കെ കീർത്തിച്ചു, വേണ്ട പോലെയൊക്കെ അവരെയൊക്കെ പുകഴ്ത്തി. എത്ര നന്നായിട്ടാണ്. ഞാൻ ഇപ്പം തന്നെ എനിക്ക് വളരെ പൂർണ്ണത വന്ന പോലെയാണ് വിശ്വാമിത്രൻ്റെയും രാമകുമാരൻ്റെയും ആഗമനം കൊണ്ട്. ആ പൂർണ്ണത ഒന്നും കൂടി പൂർണ്ണമായി. ആര് വന്നപ്പോൾ? വസിഷ്ഠനും ദശരഥനും കൂടി വന്നപ്പോൾ ഇനി എവിടേക്കും ഞാൻ ഉയരാനില്ല എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിങ്ങനെ പറയുകയാണ്. ഇവിടെ ഒരു യാഗം നടന്നുകൊണ്ടിരിക്കാണ്ട് ആ യാഗവും മഹാദേവ ശാപവും കാണാനാണ് വിശ്വാമിത്രൻ ഇവരെ കൂട്ടിക്കൊടുത്തിരിക്കുന്നത്. ആ യാഗം നാളെ കഴിയണം. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ദൂതന്മാർ. വില്ലെടുത്ത് കുലച്ചവർക്കേ എൻ്റെ പുത്രിയായിരിക്കുന്ന സീതയെ കൊടുക്കുള്ളൂ എന്നൊരു പ്രതിജ്ഞ ഞാൻ ചെയ്തിട്ടുണ്ട്, ശുൽക്കം നിശ്ചയിച്ചിട്ടുണ്ട്. അത് പ്രധാനമായിട്ട് പറയാനാണ് ദശരഥ മഹാരാജാവെ ഇപ്പോൾ വിളിച്ചിരിക്കണം. അങ്ങയുടെ പുത്രൻ അത് ചെയ്തതുകൊണ്ട് ഇനി ഒന്നും ഇതിൽ എനിക്ക് ചിന്തിക്കാനില്ല, അങ്ങൊന്ന് സമ്മതിച്ച് മൂളിയാൽ മതി എന്ന് പറയുമല്ലോ. ആ പുത്രിയെ നിങ്ങൾ അങ്ങയുടെ പുത്രന് വിവാഹം കഴിച്ചുകൂടേന്ന് ചോദിക്കുകയാണ്. അതിനെന്താ വിരോധം? ഒരു വിഷമവും ഇല്ല. രാമലക്ഷ്മണന്മാർ വേഗം വന്നിട്ട് അച്ഛനെ നമസ്കരിച്ചു. വേണ്ട ക്രിയകളൊക്കെ തുടങ്ങാം, ഇതിൽ സംശയിക്കാനൊന്നുമില്ല. രാജാവ് ദശരഥൻ സമ്മതം കൊടുത്തു. എന്നിട്ടോ പിറ്റേ ദിവസം അതിന് വേണ്ട വംശകീർത്തനങ്ങൾ ഒക്കെയുണ്ട് ചെയ്യണം. അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. ഇക്ഷ്വാകു വംശത്തിൻ്റെ മാഹാത്മ്യം ഇങ്ങനെ വർണ്ണിച്ചു. സാകാശ്യം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം, അവിടെയാണ് എൻ്റെ സഹോദരനായിരിക്കുന്ന കുശധ്വജൻ വാഴുന്നത് എന്ന് പറയുകയാണ് ജനകൻ. ജനകനൊരു സഹോദരനുണ്ട്, അയാളുടെ പേരാണ് കുശധ്വജൻ. സാങ്കാശ്യം എന്ന് പറഞ്ഞിട്ടുള്ള പട്ടണത്തിൽ അവൻ വാഴുന്നുണ്ട്. അപ്പോൾ കുറേ കഥകളൊക്കെ ഉണ്ട്, കുറേ കഥകൾ പറയും. ചിലരൊക്കെ ആ രാജ്യം ആക്രമിക്കാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ അനുജനെ ഞാൻ ആ രാജ്യത്തിനെ എതിരിട്ടു. ഇവർ ഈ സാങ്കാശ്യത്തിൽ ആദ്യം തന്നെ ഈ കുശധ്വജൻ വാണിരുന്നില്ല. സാങ്കാശ്യത്തിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു, വേറെ ഏതോ ഒരു രാജാവ്. അദ്ദേഹം ഈ മിഥില ആക്രമിക്കാൻ വന്നു എന്ന് പറയുകയാണ്. ആക്രമിക്കാൻ വന്നപ്പോൾ ഞാൻ വിട്ടില്ല, നല്ലപോലെ യുദ്ധം ചെയ്തു, അവനെ എതിർത്തു. ഏതോ പേര് പറയുന്നുണ്ട് ഇവിടെ. എന്തായാലും വന്നതായിട്ട സമയത്ത് യുദ്ധം ചെയ്ത് തോറ്റപ്പോൾ ഇക്ഷുമതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു നദിയൊക്കെ അതിൽ ഒഴുകണുണ്ട്. എന്തായാലും ആ രാജ്യം ചെയ്തു, അവനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു. അങ്ങനെ അവൻ തിരിഞ്ഞ് ഓടി. ആ ശത്രു സാങ്കാശ്യം എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തെ ശത്രു എന്നെ പേടിച്ച് ഓടിയ സമയത്ത് ഞാൻ അവനെ വധിച്ചു. എന്താ കാരണം? തോറ്റോടുന്നവളൊട്ടും ശ്രേഷ്ഠനല്ല യുദ്ധത്തിൽ, അപ്പം അവൻ ജീവിക്കാൻ പോലും അർഹനല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ വധിച്ചിട്ടാണ് സാങ്കാശ്യം എന്ന രാജ്യത്തിൻ്റെ അധികാരം എൻ്റെ അനുജന് വാങ്ങിക്കൊടുത്തത്. പഴയ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇപ്പോൾ ബ്രഹ്മാവിൽ നിന്ന് മരീചി ഉണ്ടായി, മരീചിയിൽ നിന്ന് കശ്യപൻ ഉണ്ടായി, കശ്യപനിൽ നിന്ന് വിവസ്വാൻ ഉണ്ടായി, വിവസ്വാനിൽ നിന്ന് മനു ഉണ്ടായി. ആ മനുരാജാവാണ് ഇക്ഷ്വാകു വംശത്തിൻ്റെ ആദ്യത്തെ രാജാവ് എന്ന് ദശരഥൻ പറയണം. ദശരഥൻ തൻ്റെ വംശത്തെക്കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങി. ഇങ്ങനെ ദശരഥ വംശം അതാണ് ആദ്യം വർണ്ണിക്കുന്നത്. ഏതായാലും ആ മനുവിൽ നിന്ന് കുക്ഷി ഉണ്ടായി. കുക്ഷിയുടെ പുത്രനാണ് വികുക്ഷി. വികുക്ഷിയുടെ പുത്രനായിട്ട് ത്രിശങ്കു, ധ്രുവസന്ധി, അസിതൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദശരഥ മഹാരാജാവ് തൻ്റെ വംശം വർണ്ണിക്കാൻ തുടങ്ങുകയാണ്.
ജനകൻ തൻ്റെ സഹോദരൻ്റെ കഥയുണ്ട് പറഞ്ഞ് നിർത്തിയപ്പോഴേക്കും ഈ വംശത്തിൻ്റെ കീർത്തനം തുടങ്ങുകയാണ്. ദശരഥനാണ് തുടങ്ങി വെച്ചത് എന്ന് പറയുകയാണ്. ഈ ആസിതന് 2 പത്നിമാരുണ്ടായിരുന്നു. അതിലത്തെ 2 പത്നിമാരും ഗർഭിണികളായപ്പോൾ ഒരു സ്ത്രീക്ക് തോന്നി മറ്റേ സ്ത്രീ പ്രസവിച്ചാൽ അധികാരത്തിന് തമ്മിത്തല്ലാവില്ലേ, അങ്ങനെ അപ്പോൾ അവൾ പ്രസവിക്കേണ്ടെന്നും പറഞ്ഞ് തൻ്റെ ഭർത്താവിൻ്റെ മറ്റേ പത്നിക്ക് വിഷം കൊടുത്തു. ആസിതൻ്റെ പത്നിമാരിൽ ഒരാൾ വിഷം കൊടുത്തതോട് കൂടിയിട്ട് അവൾ വല്ലാണ്ട് ആകുലയായി. ശരാനിപ്പം ഞാനും മരിക്കും, എനിക്ക് പ്രസവിക്കാൻ പോകുന്ന കുട്ടിയും മരിക്കില്ലേ എന്നങ്ങനെ വിചാരിച്ച് ഹിമാലയത്തിൽ ചവന മഹർഷി ഉണ്ടായിരുന്നു. ശരീരം കൊണ്ട് കാണിക്കേണ്ട ഏത് കസറത്തും കാണിക്കാൻ ചവന മഹർഷി ഞാനൊരു വല്ലാത്ത സങ്കടാവസ്ഥയിലായി, എൻ്റെ ഗർഭവും പോവുമ്പോൾ ഞാനും ചിലപ്പോൾ മരിച്ചു എന്ന് വരാം, എങ്ങനെയെങ്കിലും എൻ്റെ ഗർഭത്തിനെ ഒന്ന് രക്ഷിച്ചു തരണേന്ന് പറഞ്ഞു. ചവന മഹർഷി പേടിക്കൊന്നും വേണ്ട, എൻ്റെ കുട്ടിക്കും ആപത്തുണ്ടാവില്ല, നണക്കും ആപത്തുണ്ടാവില്ല, പോരെയും ചോദിക്കുകയാണ്. വൈദ്യവിധികൾ ചെയ്തിട്ടുണ്ടാവാം, അദ്ദേഹത്തിൻ്റെ സിദ്ധി പ്രയോഗിച്ചിട്ടുണ്ടാവാം, എന്തായാലും വിഷം കഴിച്ചിട്ടാണെങ്കിലും ആ ഗർഭിണി പ്രസവിച്ചു, ഒരു കുഴപ്പവും ഉണ്ടായില്ല, നല്ലൊരു ഉണ്ണി ഉണ്ടായി എന്ന് പറയുകയാണ്. വിഷത്തോടു കൂടി പ്രസവിച്ചത് കൊണ്ട് സഗരൻ, ഈ ദശരഥൻ്റെ കുറച്ച് ഉയർന്ന രീതിയിൽ അല്ലേ ആദ്യമുള്ള പൂർവിക സ്ഥാനത്തുണ്ടായിട്ടുള്ളൊരു രാജാവാണ് സഗരൻ. അദ്ദേഹത്തിൻ്റെ പേരുകൊണ്ടാണ് സാഗരം എന്ന് വന്നത്. യജ്ഞത്തിന് വേണ്ടിയിട്ട് ഭൂമി കുഴിച്ചു എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞുവല്ലോ. സഗരൻ്റെ മക്കൾ യജ്ഞപശുവിനെ ഇന്ദ്രൻ കൊണ്ടുപോയ സമയത്ത് നോക്കി തെരഞ്ഞു പോയിട്ട് ഭൂമി കുഴിച്ചപ്പോഴാണ് സാഗരം ഉണ്ടായത്. അതുകൊണ്ട് സാഗരം എന്ന് സഗരൻ്റെ വംശത്തിൽ നിന്നുണ്ടായ ആ സമുദ്രത്തിന് പേര് ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ശിവനൻ്റെ അനുഗ്രഹം കൊണ്ട് സഗരൻ്റെ പത്നിമാർ പ്രസവിച്ചു, കുട്ടികളുണ്ടായി. അങ്ങനെ ഉണ്ടായിട്ടുള്ള പേരുകൾ പറയുന്നു ഇവിടെ. അസമഞ്ജസൻ, അംശുമാൻ, ദിലീപൻ, ഭഗീരഥൻ, ഇതൊക്കെ അവിടെ വംശത്തിൽ. ആ ഭഗീരഥിൽ നിന്നാണ് ഗംഗ ഉണ്ടായത്. അങ്ങനെ പോയിട്ടാണ് അജൻ ഉണ്ടായത്. അജനിൽ നിന്ന് ദശരഥ മഹാരാജാവ് ഉണ്ടായി. ഇങ്ങനെ ആദ്യം മുതൽ ദശരഥ മഹാരാജാവ് വരേക്കുമുള്ള വംശകീർത്തനം ദശരഥ മഹാരാജാവാണ് ചെയ്തു. അതൊക്കെ കേട്ട് വല്ലാതെ സന്തോഷിച്ചു ജനകൻ. നല്ല ശ്രേഷ്ഠതയുള്ള വംശമാണ്. ജനകൻ തൻ്റെ വംശത്തെക്കുറിച്ചും പറയാൻ തുടങ്ങി. നിമി എന്നുള്ള ഒരു രാജാവിൻ്റെ അവിടെ നിന്നാണ് തുടങ്ങിയത്. ദേവരാതൻ. ആ നിമിയിൽ നിന്ന് മിഥി ഉണ്ടായി. മിഥിയുടെ പേരോടാണ് മിഥില എന്ന് പേരുണ്ടായത്. അതിനുശേഷം ദേവരാതൻ, മൃഗത്രൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രാജാക്കന്മാർ, ജനകൻ, ഉദാവസു എന്നൊക്കെ പറഞ്ഞ സുകേതു, അവരുടെ വംശത്തെ കീർത്തിക്കുകയാണ് ജനകൻ. അങ്ങനെ ഹ്രസ്വരോമൻ എന്നൊക്കെ പറഞ്ഞ ഒരാളുണ്ടായി. 2 പുത്രന്മാരുണ്ടായി. അതിലത്തെ മൂത്ത പുത്രനാണ് ജനകനായിട്ടുള്ള ഞാൻ എന്ന് തൻ്റെ വംശത്തെ പറഞ്ഞു. നിമി, മിഥി, ജനകൻ, ഉദാവസു, നന്ദിവർദ്ധനൻ, സുകേതു, ദേവരാതൻ, മഹാവീരൻ, സുഹൃത, ദുഷ്ടകേതു എന്നൊക്കെ പറഞ്ഞ അവരുടെ വംശം കുറേ ഉണ്ട്. ആ പേരൊക്കെയാണ് പറഞ്ഞ് ഹ്രസ്വരോമന് 2 പുത്രന്മാരുണ്ടായതിൽ ഒരു പുത്രനാണ് ജനകനായിട്ടുള്ള ഞാൻ. അപ്പോൾ തൻ്റെ വംശവും ധർമ്മിഷ്ഠന്മാരാണ്. 2 യോഗ്യതയുള്ളതായിരിക്കുന്ന വംശമാണ് ഇവിടെ ചേരാൻ പോണത്. എല്ലാം കൊണ്ടും എൻ്റെ പുത്രിയെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരുന്നത് അനുയോജ്യമാണ് എന്നങ്ങനെ പറഞ്ഞു. അതിൽ സാങ്കാശ്യം എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തെ സുധന്നു എന്ന് പറഞ്ഞിട്ടുള്ള രാജാവ് ആക്രമിക്കാൻ വന്നപ്പോഴാണ് സുധന്നുവിനെ വധിച്ച് എൻ്റെ സഹോദരനായിട്ടുള്ള ആ സഹോദരനെ കുശധ്വജന് ഞാൻ ആ രാജ്യം കൊടുത്തത് എന്ന് പറയുകയാണ്. അങ്ങനെ സുധന്നു രാജാവും ഇതിലേ ആക്രമിക്കാൻ വന്നു. സുധന്നുവിനെ തോൽപ്പിച്ച സാങ്കാശ്യത്തിനെ എൻ്റെ സഹോദരനെ ഞാൻ വാഴിക്കുകയും ചെയ്തു. കുശധ്വജൻ എന്നാണ് ജനകൻ്റെ സഹോദരൻ്റെ പേര്. ഇപ്പോൾ ആ സഹോദരനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട. സഹോദര സ്നേഹം വളരെ കേമാണല്ലോ നമ്മുടെ ഇതിൽ. അപ്പോൾ ജനകൻ്റെ സഹോദരനാണ് കുശധ്വജൻ. അങ്ങനെ സുധന്നുവിനെ കൊന്ന സാങ്കാശ്യം എൻ്റെ സഹോദരന് അവകാശപ്പെടുത്തി കൊടുത്തു എന്നൊക്കെയാണ് പറഞ്ഞു. 2 വംശത്തിൻ്റെയും കീർത്തിക്കുക അത് ഒരു പതിവാണല്ലോ. നീ പറയുകയാണ് സീതയെ ഉഴവ് ചാലിൽ നിന്ന് എനിക്ക് കിട്ടി. അപ്പോൾ ഏതൊരാൾക്കാണ് ഞാൻ കൊടുക്കുക എന്ന് അന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ബില്ലെടുത്ത് കൊലക്കണവർക്കേ കൊടുക്കുള്ളൂ. അങ്ങനെ അവളെ ഞാൻ വളർത്തി. എനിക്ക് വേറെയും മക്കളുണ്ട് കേട്ടോ എന്ന് പറയുകയാണ്. ഊർമിള, അതേപോലെ ശ്രുതകീർത്തി, മാണ്ഡവി. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി ആയാലോ ദശരഥ മഹാരാജാവേ, ആ ഊർമിളയെ അങ്ങയുടെ വേറൊരു പുത്രനായിരിക്കുന്ന ലക്ഷ്മണന് വിവാഹം കഴിച്ചു തന്നാലോ? ഇനിയിപ്പോൾ വേറെ വരന്മാരെ ഞാൻ അന്വേഷിച്ച് പോകണ്ട. അത്രയും യോഗ്യതയുള്ള ഒരാളെ എനിക്കിനി കിട്ടുമോ? അത്ര ബഹുമാനമാണ് ദശരഥൻ്റെ മക്കളെ. പോരാതെ ഭരതശത്രുഘ്നന്മാർക്ക് ശ്രുതകീർത്തി മാണ്ഡവിയാണ് കല്യാണം കഴിച്ചാൽ എന്ന് ഞാൻ ആലോചിക്കുകയാണ്.
ഒരു നിമിഷം ദശരഥൻ പറഞ്ഞു, വളരെ സന്തോഷമാണ്, നല്ല കാര്യം തന്നെ, എന്താ അപ്പം ഇതിലൊക്കെ ആലോചിക്കാനുള്ളത്, നമ്മൾ രണ്ടാളും തന്നെ ഇല്ലേ തീരുമാനിക്കാറുള്ളൂ, പാർലമെൻറ്റിലിടെ ഭൂരിപക്ഷം പാസ്സാക്കുകയൊക്കെ ചെയ്യാണ്ടോ, ഇതിൽ വല്ലതും ഒരു പ്രശ്നമില്ല, എന്നാൽ നമുക്ക് അങ്ങനെയാവുക എന്നങ്ങനെ പറഞ്ഞ് ആ 4 പേരുടെയും വിവാഹം ഒറ്റ പന്തലിലാണ് നടക്കട്ടെ എന്നും പറഞ്ഞാണ് തീരുമാനിച്ചു. ഇവിടെ ഈ വിവാഹത്തിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾക്കൊക്കെ ഉത്തരം ഇവിടെ ജാതകം നോക്കലുണ്ടായിട്ടില്ല. നോക്കൂ, ജാതകം നോക്കലുണ്ടായിട്ടുണ്ടോ? വില്ല് ആരും വേണം പൊട്ടിക്കുക, വിവാഹം കഴിച്ചാൽ ജാതകം അവിടെ വിഷയമാവണില്ല. പിന്നെ ഇപ്പോൾ പഴയ കാലത്ത് ജാതകമൊന്നും ഉണ്ടായിരുന്നില്ല, ജ്യോത്സ്യവും ജ്യോതിഷമൊക്കെ പിന്നെ കയറി വന്നതാണെന്ന് നമുക്ക് കാണാം. മാത്രമല്ല പണ്ടൊരു കഥ, ഒരു പന്തലിൽ 2 വിവാഹവും 3-ലധികം വിവാഹം നടക്കരുത്, ഇവിടെ അതും നടന്നു. അവർക്ക് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണയാണ്, ജാതകം കൊണ്ടേ വിവാഹം നടക്കാവൂ. ഇവിടെ ഒരു ജാതകവും നോക്കിയിട്ടില്ല, 4 ആളെ 4 പുത്രന്മാർ, നിനക്ക് 4 കന്യകമാരുണ്ട് ഇല്ലേ, എനിക്ക് 4 പുത്രന്മാരുണ്ട്, എന്നാൽ അതാ വിവാഹമാണ് കഴിഞ്ഞോട്ടെ എന്നൊക്കെയാണ് പറഞ്ഞത്. എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ. എന്നിട്ട് ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ്? ഗോദാനം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ചടങ്ങൊക്കെ ഉണ്ട്. അതിൽ ഗോദാനം ചെയ്ത് അതിന് വേണ്ട കർമ്മങ്ങളൊക്കെ നടത്തി അതിനുശേഷം വിവാഹം നടത്താം എന്നങ്ങനെ പറഞ്ഞ്, ഇന്ന് മകം നക്ഷത്രമാണ്, നാളെ പൂരം നക്ഷത്രമാണ്, മറ്റന്നാൾ ഉത്രമാണ്. ഈ ദിവസങ്ങളിലിടയ്ക്ക് നമുക്ക് ഈ 4 വിവാഹവും നടക്കണം എന്നങ്ങനെ പറഞ്ഞ് ദാനം, കർമ്മം, ബാക്കി തരത്തിലുള്ള പൂജാദി കാര്യങ്ങൾ എല്ലാം ചെയ്തു. തുല്യതയില്ലാത്തതായിരിക്കുന്ന ഈ 2 വംശം തമ്മിലുള്ള ബന്ധം വളരെ നന്നായിട്ട് അങ്ങനെ നടക്കും. സുദൃഢമായിട്ടുള്ളൊരു ബന്ധം നമ്മൾ തമ്മിൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. ആജ്ഞ പോലെ ഈ 4 വിവാഹവും ഒറ്റ പന്തലിൽ നടത്തണം എന്നങ്ങനെ പറഞ്ഞ് പരമധർമ്മം അവർ പരസ്പരം വീണ്ടും കുറേയൊക്കെയാണ് പറഞ്ഞു. എല്ലാവർക്കും മംഗളം നൽകട്ടെ എന്നും പറഞ്ഞിട്ട് വിവാഹം നടക്കുകയാണ്. അപ്പോഴേക്ക് ഈ യുധാജിത്ത്, മാതുലേനായിട്ടുള്ള യുധാജിത്ത് അവിടെ വന്നെത്തി. യുധാജിത്ത് വന്നിട്ട് വേണം വിവാഹം നടത്താൻ എന്നങ്ങനെ പറഞ്ഞ്, ഇപ്പോൾ വിവാഹത്തിൽ പറഞ്ഞ് വേണ്ടതായിട്ടുള്ള പൂജാദി കാര്യങ്ങളെല്ലാം ചെയ്ത് മംഗല്യസൂത്രം ധരിച്ച് രാമൻ അവിടെ നിൽക്കുകയാണ്. ആ സീതയുടെ കൈ പിടിച്ച് സീത ഏൽപ്പിച്ചു. അങ്ങയുടെ അതായത് കൂടെ ഇവൾ നിഴൽ പോലെ ഏതു കാലത്തും ഉണ്ടാവും, ഇനിയൊന്നും താമസം വേണ്ട എന്നും പറഞ്ഞ് സീതയുടെ കൈയും രാമൻ്റെ കൈയും ചേർത്തു. പിന്നാലെ നീലോൽപ്പല വരണമാല്യവും ഇട്ടാൾ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കണ്ണുകൊണ്ട് നോക്കിയിട്ട് ആ മാലയെ എത്ര ആദ്യം ഇട്ടത്, കണ്ണാകുന്ന മാല എന്ന് പറഞ്ഞിട്ട് നീലോൽപ്പല മാല, കണ്ണ് നീലയാണല്ലോ. പിന്നാലെ വരണമാല്യവും ഇട്ടാൾ എന്ന് പറഞ്ഞിട്ട് കന്യകൾ ഇളങ്ങി നിൽക്കുന്നു. ഇതാ ആരൊക്കെയാണ്? ഊർമിള, അതേപോലെ തന്നെ ശുതകീർത്തി, മാണ്ഡവി. അങ്ങനെ ആ ജനകൻ, ഇതാ എൻ്റെ പുത്രി, അങ്ങയുടെ സഹധർമ്മിണിയായിട്ട് സീതയെ സ്വീകരിക്കുക എന്നും പറഞ്ഞ രാമന് വിവാഹം കഴിച്ചു കൊടുത്തു. ദേവവാദ്യങ്ങൾ മുഴങ്ങി, പെരുമ്പറ മുഴങ്ങി, പുഷ്പവൃഷ്ടി ഉണ്ടായി, അപ്സരസുകൾ നൃത്തം ചെയ്തു. ലക്ഷ്മണ, ഊർമിളയെ നീയും സ്വീകരിക്കുക എന്നും പറഞ്ഞ് ഭരതൻ മാണ്ഡവിയെ സ്വീകരിച്ചു. ശത്രുഘ്നന് ശുതകീർത്തിയെയും സ്വീകരിച്ചു. അങ്ങനെ 4 കന്യകമാരുടെയും വിവാഹം ശാസ്ത്രപ്രകാരം നടത്തി. എല്ലാവരും വിവാഹിതരായി. വാദ്യഘോഷങ്ങളോട് കൂടിയിട്ട് അഗ്നിയെ 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് അവരവരുടെ വധുക്കളെ സ്വീകരിച്ചുകൊണ്ട് തൽക്കാല വസതികളിലേക്ക് പോയി. ആ മഹർഷിമാരെല്ലാം അനുഗമിച്ച് അയോധ്യയിലേക്കുള്ളതാണ് പോവുകയാണ്. അവരുടെ വിവാഹം സീതാ സ്വയംവരം എന്ന് പറയും. പക്ഷേ ബാക്കി 3 പുത്രന്മാരും കൂടി വിവാഹം കഴിച്ചു. ആ വിവാഹം മംഗളമായിട്ട് നടന്നു എന്നും പറഞ്ഞിട്ട് വിവാഹാദികൾ എന്നുള്ള ആ സർഗം അവസാനിക്കുകയാണ്. ബാക്കി ഭാഗം ഇനി അയോധ്യയിലേക്കുള്ള പോക്ക് പരശുരാമനുമായിട്ടുള്ള സമാഗമം. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണനിധനം ഏതത്യ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദൈ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.